ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെടുക. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെടുക. ആനുകൂല്യങ്ങൾ അനുവദിക്കുക. ആനുകൂല്യങ്ങൾ അനുവദിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ഇല്ല എന്നത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. ഒരു സ്ഥാപനത്തിലെ ആ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഏറ്റവും അനിവാര്യമായ വിഭാഗമാണ് തൊഴിലാളികൾ. അവരെ പരിഗണിക്കില്ല എന്ന അഹന്തയും അഹങ്കാരവും ഒരു മാനേജ്മെന്റ് സ്വീകരിച്ചാൽ ആ സ്ഥാപനം എങ്ങനെയാണ് കൃത്യതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുക? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ സമരത്തിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന നിലയിൽ ഇവിടെയുള്ള ജീവനക്കാരെ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക. ഇന്ത്യയിലെ തൊഴിൽ നിയമം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ആനുകൂല്യമാണ്. ഒരു 240 ദിവസം ഏതെങ്കിലും സ്ഥാപനത്തിൽ സ്ഥിരമായി ജോലി ചെയ്താൽ സ്ഥിരപ്പെടുത്തണം എന്നുള്ള കാര്യം. ഇപ്പോഴിവിടെ 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. തൊഴിലാളികളുടെ ശബ്ദം ശ്രവിക്കുന്ന, മനസ്സിലാക്കുന്ന, അതിനനുകൂലമായി നിലപാടുകൾ സ്വീകരിക്കുവാൻ തൽപരരായ ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല, ഉണ്ട്. നമ്മുടെ മാനേജ്മെന്റിനെ സംബന്ധിച്ച് ഒട്ടേറെ ആക്ഷേപങ്ങൾ നിരന്തരമായി തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഉയർന്നുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നാം ഇതുവരെ ഈ സ്ഥാപനത്തെ പിടിച്ചു നോക്കുന്ന സ്ഥാപനമാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് അങ്ങൊരു ഉപരിഘടനയിലിരിക്കുന്ന, ദണ്ഡഗോപുരത്തിലിരിക്കുന്ന ഒരുപിടി കൊള്ളാവുന്ന ആളുകളും ജീവനക്കാരും തൊഴിലാളികളും അസ്പൃശ്യരും അകറ്റി നിർത്തപ്പെടേണ്ടവരുമാണ് എന്ന ചിന്ത ഒരു ആധുനിക ജനാധിപത്യ സമൂഹത്തിന് യോജിച്ചതല്ല. അത് തിരുത്തുവാൻ അവർ തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ കോൺട്രാക്ട് തൊഴിലാളികൾ, കോൺട്രാക്ട് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനി എന്ന പേരിൽ ജീവിതകാല മണ്ണിലുള്ളത്. അതിനനുകൂലമായ ചില നിയമങ്ങൾ പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം പണിമുടക്കും സമരവും ദേശീയ സമരവും എല്ലാം നിരന്തരമായി നടത്തുന്നതാണ്. അതുകൊണ്ട് ഒരു മുതലാളിക്ക് തൊഴിലാളിയുടെ അധ്വാനം, രക്തരക്ഷ സൂറ്റിക്കുടിക്കുന്നത് പോലെ ലാഭം പെരുപ്പിക്കുവാൻ അവസരമൊരുക്കി കൊടുക്കുന്ന നിരവധി നിയമങ്ങളാണ് ഇന്ന്. ക്രഷ് എന്നുള്ളത് ഉറപ്പാക്കണമെന്നുമൊക്കെയുള്ള നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ട്, അയവ് വരുത്തിക്കൊണ്ട് മുതലാളി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട ജീവനക്കാരും തൊഴിലൂടെ നിശ്ചയദാർഢ്യത്തോടുകൂടി പദമൂന്നിൽ നിന്ന് ചാഞ്ചല്യമില്ലാതെ പ്രതിസന്ധികൾ വന്ന സന്ദർഭത്തിൽ സമരം ചെയ്തവരാണ്. ഞാൻ നിങ്ങളെവരെയും അതിനുകൂടി അനുവദിക്കുകയാണ്, അഭിനന്ദികൾ. എന്തുകൊണ്ടെന്നാൽ വരുമാനമില്ലാതിരുന്ന കാലത്തും തൊഴിലാളികളുടെ ആവശ്യമുന്നയിച്ച് സമരം ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് 2-2.5 വർഷക്കാലം ആ പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിട്ടിട്ടുള്ള ചങ്കുറപ്പുള്ള, നിശ്ചയദാർഢ്യമുള്ള, കരുത്തുള്ള, സമര പാരമ്പര്യമുള്ള തൊഴിലാളികൾ എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ടവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുവാൻ CITU എന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം നിങ്ങളുടെ ഒപ്പം ഏത് സന്ദർഭത്തിലും ഉണ്ടാകും. മറ്റ് ട്രേഡ് യൂണിയനുകളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഒന്നിച്ചു നിന്ന് സമരം ചെയ്ത് ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുത്തവരിൽ മേനി ഉണ്ടാകണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ സംയുക്തമായ സമരവേദികളിൽ നിന്നും മാറി നിന്ന് സ്വയം സമരത്തിലും സ്വയം ജേതാവുമായി മാറാൻ ശ്രമിക്കുന്നതും നാം കാണുകയാണ്. അത് തൊഴിലാളികളുടെ യോജിപ്പിന് ഭൂഷണമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ പേരെയും CITU സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി കൃത്യമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന പോരാട്ടങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി തുടരുമ്പോൾ CITU എന്ന സംഘടന നിങ്ങളോടൊപ്പം എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. മുരളിയെ ഹാരായി നമ്മുടെ സഖാവ് ശ്രീ ജെറോമിന് മലയിടുന്നതിനായി ശ്രീ കലാടനെ ക്ഷണിക്കുന്നു. സുരേന്ദ്രന് മലയിടുന്നതിനായി സഖാവ് ബഹുമാനം ക്ഷണിക്കുന്നു. രഞ്ജിത്തിന്
മാലയിടുന്നതിനായി കലാടനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീ ജെറോം കെ ജോർജിനെ ക്ഷണിക്കുന്നു. അടുത്തുള്ളവരെ എല്ലാവരും ഹാരാർപ്പണം നടത്തുന്നതാണ്. സേവ്യർ ഉണ്ടെങ്കിൽ കൊണ്ടിരിക്കണം. അടുത്തത് ബിജുമോൻ, സണ്ണി, സിറാജ്, ഡിഒ പീറ്റർ, രഞ്ജിത്ത്, ലീല, ബിപിൻ ദാസ്, മാത്യു ടി കെ, മാത്യു കെ സി, പ്രമോദ്, അനീഷ് രാജൻ, സാജു എന്നിവർ വേദിയിലേക്ക് ഇരിക്കേണ്ടതാണ്. വർക്കിംഗ് പ്രസിഡന്റ് തോമസ് കല്ലാന്റെ കടമയിലേക്ക് കടക്കുകയാണ്. താമസിച്ച് വന്നതിന് ഇന്ന് ധർണാ സമരം സിന്ദാബാദ്. അവകാശം സംരക്ഷിക്കപ്പെടുക. ആനുകൂല്യങ്ങൾ അനുവദിക്കുക. മാനേജ്മെന്റ് നീതി പാലിക്കുക. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. ധർണാ സമരം സിന്ദാബാദ്. തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കപ്പെടുക. ആനുകൂല്യങ്ങൾ അനുവദിക്കുക. ധർണാ സമരം സിന്ദാബാദ്. ഒരു പ്രയാസം, ഒരു കേടുപാടുകളൊന്നും ഉണ്ടാവാതെ ഇവിടുത്തെ തൊഴിലാളികൾ സംരക്ഷിച്ചു പോകുന്നു. ആ കാലയളവിൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത തൊഴിലാളികൾക്ക് ശമ്പളമോ മറ്റു ആനുകൂല്യങ്ങളോ ഒന്നും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല.